അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ വേറെയും ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു വല്ലിപ്പ എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, മഹല്ലിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, സെക്രട്ടറിയും ഖജാൻജിയും എന്ന ഒരു മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുവിന്റെ മസ്ജിദുമായി, നിങ്ങളുടെ വീടുമായി, നിങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ അള്ളാഹു ഏൽപ്പിച്ച ചില ഫർളുകളുണ്ട്, ഫറായിദുകൾ. അത് നിങ്ങൾ നിർവഹിക്കണമേ. നിങ്ങൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഒരാൾക്ക് വരുമാനമുണ്ട്, പ്രശ്നമില്ല. ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. ഗൾഫിലുള്ള ഏട്ടൻ പൈസ തരട്ടെ, അല്ലെങ്കിൽ എളാപ്പ തരുന്നുണ്ട്, എളാപ്പാന്റെ മോൻ നോക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ പണിക്ക് പോകണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം, അധ്വാനിക്കണം. ജോലി ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ജോലി ചെയ്യുക. പിന്നെ പറ്റാത്ത കാലമായി റിട്ടയർമെന്റ്. ആരോഗ്യമുള്ള സമയത്തിന്റെ റിട്ടയർമെന്റ് ആയ പിന്നെ എന്താ ചെയ്യുക? അധ്വാനിക്കണം. തുലാസിം ഹിർഫ. തസൗഫിന്റെ ഇൽമിൽ പറയുന്ന തസൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിർഫത്തുൻ വ തഅഫുഫ്, അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. തസൗഫ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ആളുകളോട് കൈനീട്ടി യാചിക്കാതിരിക്കുക. അത് തന്നെയാണ് തസൗഫ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ലാസിം ഹിർഫതക്, നിങ്ങളുടെ ജോലി നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം. വതത്തഖില്ലാഹ ഫീഹാ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. വഫീ സായിരി അമാലിക്, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിനെ ഭയപ്പെടണം. പഴയ സ്വാലിഹീങ്ങളെ കണ്ടുമുട്ടാൻ പറ്റൂ, ഔലിയാക്കന്മാരെ കാണാൻ പറ്റൂ. വതുഖ്ലിസു ലില്ലാഹി തആല, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം നിയത്ത് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഫഹീന ഇദിൻ തകൂനു മിൻ ഔലിയാഇല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സംഘത്തിൽ ചേരും. വതറാഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. ഇതാണ് അതിന്റെ നിബന്ധന. ഇനി ഞാനൊരു ചരിത്രം പറയാം. മഹാനായ മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി, മഹാനായ ഇബ്നുൽ അറബി തങ്ങളുടെ മുസാമറാത്ത് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനായ റിയാഹ് ഇബ്നു ഉബൈദ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ മുമ്പ് മഹാനവറുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. ഖലീഫയാകുന്നതിന് മുമ്പ് മഹാനവറുകൾ സുഖലോലുപനായി ജീവിച്ചൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയായിരുന്നു. കാരണം ബന്ധുക്കളൊക്കെ ഭാര്യയുടെ അമോഷൻ ഖലീഫയാണ്, പിന്നെ ഭാര്യയുടെ ആങ്ങളമാര് മുഴുവൻ ഉമറാക്കളാണ്, ഗവർണേഴ്സാണ്. പിന്നീട് അവരൊക്കെ ഖലീഫമാരായി മാറി. വലീദ് ഇബ്നു അബ്ദുൽ മലിക്, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, ഇവരൊക്കെ വിഐപികളാണ്. അങ്ങനത്തെ കുടുംബത്തിനാണ് കല്യാണം കഴിച്ചത്. മഹാന്റെ ഒരു വാക്കുണ്ട്, ഇന്നലീ നഫ്സൻ സവ്വാഖ, ഉന്നതങ്ങളിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന, ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് മോഹിക്കുന്ന ഒരു ശരീരം, ഒരു നഫ്സാണ് എന്റേത്, എന്റെ മനസ്സ്. പറഞ്ഞു, എനിക്കന്ന് ആഗ്രഹം ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഫതസവ്വജ്തുഹാ, അവളെ കല്യാണം കഴിച്ചു. പിന്നെ ഒരിക്കലും രാജാവിന്റെ മോളെ, പ്രിൻസസിനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. അത് നടന്നു. പിന്നെ ഇംറത്തുൽ മദീന, മദീനയുടെ അമീറാവണം, മദീനയുടെ ഗവർണർ ആവണം. റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിൽ കുറച്ചു കാലം കഴിയണം. അങ്ങനെ മദീനയുടെ ഗവർണറായി. ثم طاقت نفسي الى الخلافه, പിന്നെ എന്റെ നഫ്സിനോട് പറഞ്ഞു ഖലീഫയാവണം. അങ്ങനെ അല്ലാഹു എനിക്ക് ഖിലാഫത്തും നൽകി. 2.5 കൊല്ലം ഭരിച്ചത്, 2.5 കൊല്ലം. അത് കഴിഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, എന്റെ നഫ്സ് ഇനിയും കൊതിക്കുകയാണ്. അസ്ഹാബ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഖിലാഫത്തും കിട്ടി, ഇമാറത്തും കിട്ടി, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന വലിയൊരു ഭരണാധികാരിയുടെ മകൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന വളരെ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനും കഴിഞ്ഞു. ഇനി എന്താ നിങ്ങളുടെ ആഗ്രഹം? താഖത്ത് ഇലൽ ജന്ന, ഇനി എന്റെ നഫ്സ് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നാണ്. അങ്ങനെ മഹാന്റെ ജനാസ ഖബറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വറഖ, ഒരു തോൽക്കഷ്ണം പാറി വന്ന് വീണു എന്നാണ്. ആ ജനാസയുടെ മുകളിലേക്ക്, മണ്ണിലേക്ക് വെച്ച ജനാസന്റെ മുകളിൽ ഒരു തോൽക്കഷ്ണം വന്ന് വീണു. നോക്കുമ്പോൾ ഫഇദാ ഫീഹാ മക്തൂബ്, അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹാദിഹി ബറാഅത്തുൽ ലക മിനന്നാർ, നിങ്ങൾക്ക് നരകം നിഷിദ്ധമാണ്, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കുന്ന അറിയിപ്പാണിത്. ആ തോൽക്കഷ്ണവും വെച്ചാണ് മഹാനെ മറവ് ചെയ്തത്. അങ്ങനത്തെ താബിഈങ്ങളിൽപ്പെട്ട മഹാനും 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ബിഇജ്മാഇൽ ഉലമ, ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ദീനിന് ഒരു മുജദ്ദിദിനെ അല്ലാഹു പറഞ്ഞയക്കുന്ന ആ ആളുകളെ കൊണ്ട് ദീനിന് ഉണർവുണ്ടാവും.
അങ്ങനത്തെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ആരെന്ന് ചോദിച്ചാൽ ബിഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാരുടെ ഇജ്മാ, വിത്ത് ദ കൺസെൻസസ് ഓഫ് ദ ഉലമ. ഉലമാഇന് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അങ്ങനത്തെ മഹാനാണിത്. 2.5 കൊല്ലം കൊണ്ട് മാറ്റം ഉണ്ടായത്. ഖിലാഫത്തിന്റെ തലേ ദിവസം, ഖിലാഫത്ത് പിറ്റേന്നാ കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുമെന്നൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ആ ദിവസം, തലേ ദിവസം ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കയ്യില് ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരാൾ മഹാനായ റയാഹ് ഇബ്നു ഉബൈദ് എന്നവരെ കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ അന്ന് രാജകുമാരനാണ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഒരു പ്രായമായ മനുഷ്യൻ കൈപിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന ഹാദ ശൈഖ ജാഫ്, ഈ ഒരു മനുഷ്യന്റെ കഥ കണ്ട ഈ പ്രായമായ മനുഷ്യൻ രാജകുമാരനെ കണ്ടപ്പോ ആ രാജകുമാരനോട് വല്ല പൈസയും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കായിരിക്കും. മോശപ്പെട്ട ഒരു മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ കണ്ടില്ല, ഇപ്പോഴും പൈസ മോഹിച്ച് നടക്കുന്നു എന്നൊക്കെ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു. കാരണം ഒരു രാജകുമാരനെ ആ നാട്ടുകാർക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു വൃദ്ധനാണ് ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത്. ഫലമ്മാ സ്വല്ല, നിസ്കാരം കഴിഞ്ഞ്, ളുഹർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അദ്ദേഹം വീട്ടിലേക്ക് കയറിയപ്പോ റയാഹ് ഇബ്നു ഉബൈദ് എന്നവർ പറയാ, ഞാനും പിന്നാലെ കയറി ചെന്നു. ഞാൻ ചോദിച്ചു, അസ്ലഹല്ലാഹുൽ അമീർ, നിങ്ങൾ അമീറാണ്, പ്രിൻസാണ്, രാജകുമാരനാണ്. അസ്ലഹല്ലാഹുൽ അമീർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൈ പിടിച്ചിങ്ങനെ ചാരി നിന്നിരുന്ന ആ വൃദ്ധനായ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. മാ അഹ്സിബുക യാ റയാഹു ഇല്ലാ റജുലൻ സ്വാലിഹാ. റയാഹേ, നിങ്ങളൊരു സ്വാലിഹായ മനുഷ്യനാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ആരായതെന്നറിയോ? ഇതെന്റെ സഹോദരൻ ഖിദർ നബിയാണ് അലൈഹിസ്സലാം. ആ വന്ന വൃദ്ധനായ മനുഷ്യൻ ഖിദർ നബി അലൈഹിസ്സലാം ആയിരുന്നു. അതാനി ഫഅലമനി, എന്റെ അരികത്ത് വന്ന് എന്നോട് പറയുകയായിരുന്നു, അന്നീസ അലി അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിലായത്ത്, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്നും വഇന്നീ സഅദിലു ഫീഹാ, ഞാൻ അതിൽ നീതിമാനായ ഭരണാധികാരിയായി മാറുമെന്നും എന്നോട് പറയുകയായിരുന്നു ഖിദർ അലൈഹിസ്സലാം. ഇത് പറഞ്ഞ് പിറ്റേന്നാണ് അദ്ദേഹത്തിന് ഖിലാഫത്ത് നൽകപ്പെടുന്നത് എന്നത് മറ്റൊരു അത്ഭുതമാണ്. ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഭാഗ്യമുണ്ടായ എത്രയോ ആളുകളുണ്ട്. ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖിദർ നബിയെ നിങ്ങൾ കണ്ടല്ലേ റയാഹ് ഇബ്നു ഉബൈദ്, നിങ്ങൾ സ്വാലിഹായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ ഒരു സ്വാലിഹായ മനുഷ്യനെ അത് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ എന്നാണ്. സ്വാലിഹായ ഒരു മനുഷ്യനെ ഒരു വലിയനെ കണ്ടുമുട്ടാൻ കഴിയുള്ളൂ. അങ്ങനെ തൗലിയാക്കന്മാരെ കണ്ടുമുട്ടുന്നുവെങ്കിൽ നിങ്ങളിൽ സ്വലാഹുണ്ട് എന്നാണ് ഇതിനർത്ഥം. സ്വലാഹുണ്ടാവേണമെങ്കിൽ 5 കാര്യങ്ങളാണ് മഹാന്മാർ നിർദ്ദേശിച്ചത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. റഹ്മാനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തി തരട്ടെ. നമ്മുടെ ശരീരങ്ങൾ നമ്മെ ആത്മവിചാരണ ചെയ്യുകയും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യത്തക്ക വിധം നമ്മെ തന്നെ നിരൂപിക്കുന്ന ലവ്വാമത്തായ നഫ്സ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر لا أقسم بيوم القيامة അന്ത്യനാളിനെ തന്നെയാണ് സത്യം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആത്മവിചിന്തനത്തിന് സ്വയം നിരൂപണം ചെയ്യുന്ന, സ്വന്തത്തോട് നീ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് തെറ്റു ചെയ്യുമ്പോൾ പറയുന്ന ശരീരങ്ങൾ